നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിർണായക നീക്കവുമായി സൗദി അറേബ്യ. സൗദി അറേബ്യയിൽ 5-നും 11-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വാക്സിനേഷൻ ആരംഭിച്ചു. 5 മുതൽ 11 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും കോവിഡ് വാക്സിൻ നൽകി തുടങ്ങിയതായി സൗദി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. വാക്സിൻ സ്വീകരിക്കുന്നതിനും ബുക്ക് ചെയ്യുന്നതിനും വിപുലമായ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കോവിഡ് ബാധിക്കുവാൻ ഉയർന്ന സാധ്യതയുള്ളവരിൽ 5 മുതൽ 11 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കുള്ള വാക്സിൻ ആദ്യഘട്ടം നൽകുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതായി സൗദി ആരോഗ്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കൊറോണ വൈറസിനെതിരെ പ്രതിരോധശേഷി ഉയർത്തുന്നതിനും കുട്ടികളെ സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പ്രൈമറി, നഴ്സറി ഘട്ടങ്ങളിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വാക്സിൻ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള വിവിധ പ്രദേശങ്ങളിലെ പ്രാഥമിക വിദ്യാലയങ്ങളിലും നഴ്സറികളിലും ലഭ്യമായ സൗകര്യങ്ങളും സ്ഥലങ്ങളും പ്രയോജനപ്പെടുത്തി കൊറോണ വൈറസിനെതിരെ ആരോഗ്യ മുൻകരുതലുകളും നിയന്ത്രണങ്ങളും നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തന മാതൃകകൾ രൂപപ്പെടുത്തിയിട്ടുള്ളതെന്ന് ആരോഗ്യ മന്ത്രാലയ ഔദ്യോഗിക വക്താവ് ഡോക്ടർ മുഹമ്മദ് അൽ അബ്ദാലി അറിയിച്ചു. മുതിർന്നവർക്ക് നൽകുന്ന ഡോസുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുട്ടികൾക്ക് ചെറിയ അളവിൽ മാത്രമാണ് വാക്സിൻ നൽകുന്നതെന്ന് ഡോക്ടർ മുഹമ്മദ് അൽ അബ്ദാലി നേരത്തെ അറിയിച്ചിരുന്നു. കുട്ടികളുടെ വാക്സിൻ ഡോസ് മുതിർന്നവരുടെ ഡോസിന്റെ നേർപകുതിയാണ്. ഇത് 2 ഘട്ടങ്ങളായാണ് നൽകുക. ഫൈസർ വാക്സിനാണ് കുട്ടികളിൽ കുത്തിവയ്ക്കുക. പ്രായമായവരോടൊപ്പം കഴിയുന്നവർ എന്ന നിലയിലാണ് കുട്ടികൾക്ക് കൂടി കുത്തിവയ്പ് നൽകുന്നത്. ഗുരുതരമായ രോഗങ്ങൾ തടയുന്നതിനുൾപ്പെടെ പ്രതിരോധ കുത്തിവയ്പിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുവരെ വാക്സിൻ ഡോസുകളുടെ വിതരണം തുടരും. 5 മുതൽ 11 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വാക്സിന്റെ ആദ്യ ഡോസ് ലഭിക്കുമെന്നും അതിനാൽ എല്ലാ കുട്ടികൾക്കും വാക്സിൻ നൽകാൻ മാതാപിതാക്കൾ തയ്യാറാകണമെന്നും വാക്സിന് വേണ്ടി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യണമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഈ പ്രായത്തിലുള്ള ഉയർന്ന അപകട സാധ്യതയുള്ള കുട്ടികൾക്ക് കോവിഡ് വാക്സിൻ നൽകുമെന്ന് ആരോഗ്യ മന്ത്രാലയം ഡിസംബർ 21-ന് പ്രഖ്യാപിച്ചിരുന്നു. അവർക്കുള്ള വാക്സിനേഷന്റെ 2ാം ഘട്ടവും അടുത്തിടെ ആരംഭിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പ്രായത്തിലുള്ള എല്ലാവർക്കും വാക്സിൻ നൽകാൻ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം സൗദി അറേബ്യയിൽ കോവിഡ് വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് 16 വയസ്സ് മുതൽ ലഭിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. 2ാം ഡോസ് കുത്തിവയ്പ്പെടുത്ത് 3 മാസം കഴിഞ്ഞ 16 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർക്കെല്ലാം ബൂസ്റ്റർ ഡോസിന് ബുക്ക് ചെയ്യാവുന്നതാണ്. നേരത്തെ 18 വയസ്സ് മുതലുള്ളവർക്കായിരുന്നു ബൂസ്റ്റർ ഡോസ് വിതരണം ഉണ്ടായിരുന്നത്. കോവിഡിനെയും പുതിയ വകഭേദമായ ഒമിക്രോണിനെയും തടയുന്നതിൽ 16 വയസ്സ് മുതലുള്ളവർക്കും ബൂസ്റ്റർ ഡോസ് നൽകേണ്ടതിന്റെ പ്രാധാന്യം ആരോഗ്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിരുന്നു. സമൂഹത്തിനാകമാനം കോവിഡിനെതിരെയുള്ള പ്രതിരോധശേഷി കൈവരിക്കുന്നതിന് വാക്സിൻ ബൂസ്റ്റർ ഡോസ് എടുക്കുവാൻ രാജ്യത്തെ പൗരന്മാരോടും വിദേശികളോടും ആവശ്യപ്പെടുന്നതായി മന്ത്രാലയം ആവർത്തിച്ചു. സൗദി അറേബ്യയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും 5000-ന് മുകളിൽ എത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വാക്സിനേഷൻ വ്യാപിപ്പിക്കുവാൻ രാജ്യം ഒരുങ്ങുന്നത്. ഞായറാഴ്ച സൗദി അറേബ്യയിൽ 5477 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 3405 പേർ രോഗമുക്തി നേടിയതായും സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഒരാൾക്കാണ് ഞായറാഴ്ച കോവിഡ് ബാധയെ തുടർന്ന് ജീവൻ നഷ്ടമായത്. 6,15,430 പേർക്കാണ് സൗദിയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. 5,64,947 പേർ രോഗമുക്തി നേടി. 8,906 പേർ കോവിഡിനെ തുടർന്ന് മരണമടഞ്ഞുവെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നതിൽ 310 പേരുടെ നില ഗുരുതരമാണ്. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 98%, മരണനിരക്ക് 1.6%. അതേസമയം രാജ്യത്ത് 5,38,46,446 കോവിഡ് വാക്സിൻ ഡോസുകളാണ് വിതരണം ചെയ്തത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.